കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക. വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അതും ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് മിതമായി ചിന്തിക്കാൻ, സുബോധത്തോടെ ഭാവിക്കാൻ ഞാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഭാവിക്കേണ്ടതിനപ്പുറം ആരും ഭാവിക്കരുത്. റോമർ 12:3. ഒരു നല്ല ചിന്ത. പണ്ഡിതൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്തായി വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. താടിയുള്ളവരെല്ലാം വിഡ്ഢികളാണെന്ന വാചകം വായിച്ച് അദ്ദേഹത്തിന് വിഷമം തോന്നി. തൻ്റെ താടിയുടെ കുറച്ചു ഭാഗം കരിച്ചു കളയാൻ അയാൾ തീരുമാനിച്ചു. വിളക്കിൻ്റെ നാളത്തിലേക്ക് താടി നീട്ടിക്കാണിച്ചു. തീ ആളി അദ്ദേഹത്തിൻ്റെ താടിയും മീശയും മുഴുവൻ കരിഞ്ഞു. അപ്പോൾ അയാൾ ഓർത്തു, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എത്ര ശരിയാണ്. ഞാൻ ചെയ്തത് എന്തൊരു വിഡ്ഢിത്തമാണ്. അടിസ്ഥാനരഹിതമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളുടെ ആധികാരികത അന്വേഷിക്കുന്നവരെല്ലാം ആസ്ഥാന മണ്ടന്മാരാണ്. ഏതു വാർത്തയും വിശ്വസനീയമെന്ന് കരുതുന്നതിന് മുൻപ് സാമാന്യ ബോധത്തിൻ്റെ അരിപ്പയിലൂടെയെങ്കിലും കടത്തിവിടണം. ഏത് കാര്യത്തിൻ്റെയും സത്യാന്വേഷണത്തിനിറങ്ങും മുൻപ് 2 ചോദ്യങ്ങൾ അനിവാര്യമാണ്. ഇത് അന്വേഷിക്കേണ്ടതുണ്ടോ? ഇതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അർത്ഥമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നടക്കുന്നവരെല്ലാം ആരുമല്ലാതായി അവസാനിക്കും. ആർക്കും ഉപകരിക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് കണ്ടെത്തുന്നത്? അപരൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്കും സദാചാരങ്ങളിലേക്കും എത്തിനോക്കി അതിൻ്റെ വീഴ്ചകൾ കണ്ടെത്തി സ്വയം സംതൃപ്തി അടയാം എന്നല്ലാതെ മറ്റൊരു നേട്ടവും അത്തരം കർമ്മങ്ങൾക്കില്ല. ഒരു യുവാവ് റോഡരികിലൂടെ നടക്കുകയായിരുന്നു. ഒരു വയോധിക വഴിയരികിൽ നിന്ന് വാഹനങ്ങൾക്ക് കൈകാണിക്കുന്നത് അയാൾ കണ്ടു. അവരുടെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു അവർ. യുവാവ് അവരുടെ വാഹനത്തിൻ്റെ ടയർ മാറ്റിയിട്ട് കൊടുത്തു. വയോധിക പ്രതിഫലം നൽകിയെങ്കിലും പ്രതിഫലം അർഹിക്കുന്നതൊന്നും ഞാൻ ചെയ്തില്ല. നിങ്ങൾ അർഹതയുള്ള മറ്റാരെയെങ്കിലും സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞ് അയാൾ അത് നിരസിച്ചു. നന്ദി പറഞ്ഞ് വയോധിക യാത്ര തുടർന്നു. രാത്രി വൈകി ഭക്ഷണം കഴിക്കാൻ വയോധിക ഒരു റെസ്റ്റോറൻ്റ് അടുക്കൽ വണ്ടി നിർത്തിയപ്പോൾ അത് അടയ്ക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും അവരുടെ അഭ്യർത്ഥന മാനിച്ച് ഗർഭിണിയായ നടത്തിപ്പുകാരി മടി ഏതുമില്ലാതെ അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകി. ഏറെ സന്തോഷത്തോടെ വയോധിക അവർക്ക് വലിയൊരു തുക പാരിതോഷികമായി നൽകി. വഴിയിൽ ടയർ മാറ്റാൻ സഹായിച്ച യുവാവിനെക്കുറിച്ചും അവർ ഗർഭിണിയോട് പറയുകയുണ്ടായി. യുവാവും ഗർഭിണിയായ തൻ്റെ ജീവിത പങ്കാളി റെസ്റ്റോറൻ്റ് നടത്തിപ്പുകാരിയും രാത്രി വൈകി ഭവനത്തിലെത്തി. അന്നത്തെ കഥകൾ പരസ്പരം പങ്കുവച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർ രണ്ടാളും സഹായിച്ചത് ഒരേ വയോധികയെയായിരുന്നു. തിന്മകൾ മാത്രമല്ല, നന്മകളും പടരും, അവർ അന്യോന്യം പറഞ്ഞു. ആരോ ഒരിക്കൽ തുടങ്ങിവെച്ച് നന്മയുടെ തുടർച്ചയാണ് ഇന്ന് അവശേഷിക്കുന്ന ഓരോ നന്മ മരവും. തങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങൾ തങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തണമെന്ന ചിന്തയില്ലാത്തവരാണ് എല്ലാ നന്മ പ്രവൃത്തികളുടെയും തുടക്കക്കാർ. നിസ്വാർത്ഥമായി ഒരാൾ ചെയ്യുന്ന ഓരോ നന്മയും മറ്റാരിലൂടെയെങ്കിലും തുടർന്നുകൊണ്ടിരിക്കും. സഹായം സ്വീകരിച്ചവരിൽ വിതയ്ക്കപ്പെട്ട നന്മയുടെ വിത്ത് അവർ പോലും അറിയാതെ അനുയോജ്യ സമയത്ത് മുളച്ചു പൊങ്ങും.
നാട്ടുഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, അവൻ അവൾ തനി ഗുണം കാണിച്ചു എന്ന്. അതുവരെ കെട്ടിയാടിയ വേഷം അഴിഞ്ഞു വീണ് ചിലരുടെ യഥാർത്ഥ സ്വഭാവം പുറത്താവുമ്പോഴുള്ള പറച്ചിലാണത്. നമ്മൾ കണ്ടു പരിചയിച്ച പല മനുഷ്യരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന നേരത്ത് നമ്മൾ ഞെട്ടിപ്പോകും ചിലപ്പോൾ. അങ്ങനെയുള്ള അനുഭവങ്ങളെ ഒന്ന് ഓർത്തെടുത്തു നോക്കൂ. മനുഷ്യരുടെ തനി സ്വഭാവം പുറത്താവുന്നത് പലപ്പോഴും 2 ഘട്ടങ്ങളിലാണ്. ഒന്നുമല്ലാതിരുന്ന ഒരാൾക്ക് അധികാരമോ പണമോ പ്രതീക്ഷിച്ചതിലധികം കയ്യിലെത്തുമ്പോൾ അതുവരെ അണിഞ്ഞ വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. അതുവരെ ഉണ്ടായിരുന്ന പുഞ്ചിരികൾ പോലും കൃത്രിമമായിരുന്നുവെന്ന് ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിയും. ഇന്ന് അധികാരവും പണവുമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്നത് നഷ്ടപ്പെടുമ്പോഴും യഥാർത്ഥ മുഖം വെളിപ്പെടും. ഇതിലും വലുതൊന്നും ഇനി നഷ്ടപ്പെടാനില്ല എന്ന വലിയ തിരിച്ചറിവിൽ ഇനി എന്തിന് വേഷം കെട്ടൽ എന്ന് അവർ ചിന്തിക്കും. എല്ലാവരും അങ്ങനെയാവില്ല, പക്ഷേ ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണെന്ന് അനുഭവങ്ങൾ പഠിപ്പിക്കും. പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും പെട്ടെന്നുണ്ടാകുന്ന നഷ്ടപ്പെടലുകളും മനുഷ്യരുടെ സത്വം വെളിവാക്കുന്ന അവസരങ്ങളാണ്. വേരുകൾക്ക് ബലമില്ലാത്ത ഒരു മരത്തിൽ അപ്രതീക്ഷിതമായി ഒരുപാട് കായകളുണ്ടാകുമ്പോൾ ആ മരം വളഞ്ഞൊടിഞ്ഞ് മണ്ണിൽ കുത്തുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങൾ പലരുടെയും മാനസിക നില തെറ്റിക്കും. പെട്ടെന്നെല്ലാം ഇല്ലാതാകുമ്പോൾ കരിഞ്ഞുണങ്ങിയ പുല്ലിലേക്ക് തീപ്പൊരി വീണ അവസ്ഥയിലാകും ചില മനുഷ്യരൊക്കെ. സ്വയം ചുട്ടുപൊള്ളുമ്പോൾ ആ ചൂട് മറ്റുള്ളവരിലേക്കും പകർന്ന് അവരെയും ഭസ്മമാക്കാൻ ശ്രമിക്കും. ഇത് രണ്ടും പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥയല്ല, മനസ്സിൽ മറച്ചുവെച്ച സ്വന്തം സ്വഭാവം മനസ്സറിയാതെ പുറത്തു വരുന്നതാണ്. അധികം പണം കയ്യിലെത്തുമ്പോൾ ഇന്നലെ വരെ തണൽ തന്ന മരത്തെ വെട്ടിമാറ്റി അവിടെ കൊട്ടാരം പണിയാൻ ശ്രമിക്കുന്ന ശരാശരി മനുഷ്യർ അങ്ങനെയാണ്. ഇരുണ്ട മുറിയിൽ ഒരു വിളക്ക് തെളിയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ പുതിയതായി ഉണ്ടായതല്ല. വെളിച്ചം വന്നപ്പോൾ മാത്രം നമ്മൾ കാണുന്നു. അവിടെ ഉണ്ടായിരുന്നവ മാത്രമാണ്. അവസ്ഥകൾ മാറുമ്പോൾ പലരുടെയും യഥാർത്ഥ മുഖം നമ്മൾ കാണുന്നുവെന്ന് മാത്രം. അത് അവർ മാറിയതല്ല. ആ സ്വഭാവം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നതാണ് വ്യക്തമാകുന്നത്. പക്ഷേ അപ്പോഴായിരിക്കുമെന്ന് മാത്രം. കടപ്പാട്. കടപ്പാട്, ജയേഷ് മൈനാഗപ്പള്ളി. ഒരിടത്ത് ഒരു രാജാവിന് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ക്ഷുരകൻ ഉണ്ടായിരുന്നു. അയാൾക്ക് ദിവസേന 1 നാണയം വീതമായിരുന്നു കൂലി കിട്ടിയിരുന്നത്. പക്ഷെ ആ പണം കൊണ്ട് തന്നെ അയാൾ നല്ല ഭക്ഷണം കഴിച്ചു, സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവിട്ടു, രാത്രിയിൽ സമാധാനമായി ഉറങ്ങി. ദിവസേന കയ്യിൽ പണമൊന്നും അവശേഷിക്കാറില്ല. എന്നാലും വലിയ ഉത്സാഹത്തോടെ അടുത്ത ദിവസം വീണ്ടും ജോലി തുടങ്ങി. ക്ഷുരകന്റെ ഈ സന്തോഷം കണ്ട രാജാവിന് അത്ഭുതമായി. കാരണം അദ്ദേഹത്തിന് അധികാരവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നിട്ടും മനസ്സിൽ നിറയെ ആശങ്കകളായി. ഒരു ദിവസം രാജാവ് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്ര സന്തോഷത്തിൽ ജീവിക്കുന്നത്? ക്ഷുരകൻ മറുപടി പറഞ്ഞു, എനിക്ക് ഒന്നുമില്ല, എന്നാലും ഞാൻ സന്തോഷവാനാണ്. എല്ലാമുള്ള അങ്ങ് എന്തിനു വിഷമിക്കുന്നു? ഇത് കേട്ട രാജാവ് തന്റെ മന്ത്രിയോട് കാര്യം പങ്കുവച്ചു. മന്ത്രിക്ക് ആ രഹസ്യം മനസ്സിലായി. അയാൾ അന്നു രാത്രി തന്നെ ക്ഷുരകന്റെ വീട്ടിൽ 99 നാണയങ്ങൾ അടങ്ങിയ ഒരു ചാക്ക് വെക്കാൻ നിർദ്ദേശം നൽകി. അടുത്ത ദിവസം ക്ഷുരകൻ ആ പണം കണ്ടു. അയാൾ അത് എണ്ണി നോക്കിയപ്പോൾ 99 എന്ന് മനസ്സിലാക്കി. 1 നാണയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ 100 ആക്കാമായിരുന്നു അയാൾ ചിന്തിച്ചു. അന്നു മുതൽ അയാൾ ചെലവ് ചുരുക്കി. വിശന്നിരുന്നാലും 1 നാണയം കൂടി സമ്പാദിക്കണം എന്ന് ചിന്തിച്ചു. ഒടുവിൽ 100 നാണയങ്ങളായി. അപ്പോൾ അയാൾ വീണ്ടും ചിന്തിച്ചു, ഇത് 200 ആക്കണം, പിന്നീട് 500, അതിനുശേഷം 1000 സമ്പാദിക്കണം. അവിടെ നിന്നാണ് അയാൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത്. മുൻപ് അയാൾ ഇന്നിൽ ജീവിച്ചിരുന്നു, ഇപ്പോൾ അയാൾക്ക് നാളെയെ കുറിച്ചുള്ള ആശങ്കകളാണ്. മുൻപ് സമാധാനത്തോടെ ഉറങ്ങിയിരുന്നു, എന്നാൽ ഇപ്പോൾ ഉറക്കമില്ല. മുൻപ് ഏറെ സന്തോഷവാനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഏതു നേരവും വിഷണ്ണനായി കാണപ്പെട്ടു. ഇത് കണ്ട രാജാവ് ചോദിച്ചു, ഇപ്പോൾ നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? അയാൾ മറുപടി പറഞ്ഞു, ഒരു ദിവസം രാത്രിയിൽ എനിക്ക് 99 നാണയങ്ങൾ ലഭിച്ചു.
അതോടെ എന്റെ ഉറക്കവും സന്തോഷവും എല്ലാം നഷ്ടമായി. അപ്പോൾ രാജാവിന് മനസ്സിലായി, ജീവിതത്തിലെ പല ആശങ്കകളുടെയും കാരണം 99 ചക്രം ശനിയാഴ്ച പല ദിവസങ്ങളിലും തന്നെയാണ്. നമുക്കുള്ളതിൽ സന്തോഷിക്കാതെ ഇല്ലാത്തതിനായി ഓടിത്തുടങ്ങുമ്പോൾ സമാധാനം നഷ്ടമാകുന്നു. സന്തോഷം സമ്പത്തിലല്ല, സംതൃപ്തിയിലാണ്. ഒരിടത്ത് ഒരു രാജാവിന് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ക്ഷുരകൻ. ഇപ്പോൾ തന്നെ വായിച്ചത് കേട്ടപ്പോൾ ബൈബിളിലെ ഭാഗം ഓർമ്മ വന്നു. നാളെയെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. നാളത്തെ ദിവസം തന്നെ നാളെ ഇന്നത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ള ബൈബിളിലത്തെ വാക്യം. അന്നന്ന് വേണ്ടുന്ന ആഹാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. എല്ലാം അറിയുന്ന ദൈവം നാളെയെ കാത്തു പരിപാലിച്ചുകൊള്ളും. കുതന്ത്രങ്ങൾ മെനയാൻ അറിയാവുന്നവരാരും വഞ്ചനകൾക്കിരയായ ചരിത്രമില്ല. വഞ്ചിക്കപ്പെട്ടവരൊക്കെ മനസ്സിൽ കളങ്കമില്ലാത്ത ഹൃദയശുദ്ധിയുള്ള പാവമനുഷ്യരായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്, കുറച്ചെങ്കിലും സ്വാർത്ഥതയില്ലാത്ത മനുഷ്യൻ ഈ കപടലോകത്തിൽ ജീവിക്കാൻ ഒരുപാട് പ്രയാസപ്പെടും. സ്വാർത്ഥതയില്ലാത്ത മനുഷ്യരുടെ നന്മ കാണാനല്ല, അവരുടെ നിഷ്കളങ്കതയെ എങ്ങനെയും മുതലെടുക്കാനേ ചുറ്റുമുള്ളവർ ശ്രമിക്കുകയുള്ളൂ. നിഷ്കളങ്കരായി നിന്നാൽ ഒരായുസ് മുഴുവൻ നിങ്ങൾ പരിശ്രമിച്ചാൽ നേടിയത് നിങ്ങളുടെ തോളിൽ ചവിട്ടി അവർ സ്വന്തമാക്കും. നേടിയവനെ മാത്രം അംഗീകരിക്കുന്ന ലോകം നിങ്ങളെ എഴുതിത്തള്ളും. ഇന്നലെ വരെ നിങ്ങൾ അധ്വാനിച്ചതാണ് അവരുടെ നേട്ടമെന്ന് ഇവിടെ ആരും ഓർക്കില്ല, ഓർത്താലൊട്ട് പറയുകയുമില്ല. ഉരുക്കുയന്ത്രത്തിൻ്റെ ചക്രങ്ങൾക്കിടയിൽ സ്വയം ഞെരിഞ്ഞമർന്ന് സ്വന്തം മധുരനീര് പകർന്നു നൽകുന്ന കരിമ്പിനെ നീരെടുത്തു കഴിഞ്ഞാൽ ചവറ്റുകുട്ടയിലാണ് സ്ഥാനം. നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്കും നിങ്ങളെ മുതലെടുക്കുന്നവർക്കും നിങ്ങൾ നശിച്ചു പോകുന്നത് ഒരിക്കലും ഒരു വിഷയമല്ല. നിങ്ങളില്ലാതായാൽ നിങ്ങളെപ്പോലെ മറ്റൊരാളെ അവർ കണ്ടെത്തും. നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയിൽ നിന്ന് മണലൂറ്റുന്ന ഒരാൾക്ക് അയാളുടെ ലാഭമാണ് ലക്ഷ്യം. പുഴ വറ്റിപ്പോകുന്നത് അയാളുടെ പ്രശ്നമേ അല്ല. നിഷ്കളങ്കത എപ്പോഴും ഒരു ബലഹീനതയാണ്. അല്പം സ്വാർത്ഥരായില്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് നമ്മൾ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിയപ്പെടും. അല്പം സ്വാർത്ഥത അത് അഹങ്കാരമല്ല, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതൊരു അതിരാണ്, മറ്റുള്ളവർ നമ്മളെ വഞ്ചിക്കാതിരിക്കാനുള്ള അതിര്. അതിരില്ലാത്ത പറമ്പ് ആർക്കും കയറി മേയാവുന്ന പൊതുസ്ഥലമായി മാറും. സഹജീവികളോട് സ്നേഹമാകാം, സഹജീവികളെ ചേർത്ത് പിടിക്കാം. പക്ഷേ അവനവൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കിക്കൊണ്ട് അതിന് ഇറങ്ങിത്തിരിച്ചാൽ ആത്മാഭിമാനം പോലും ചിലപ്പോൾ ബാക്കിയുണ്ടായെന്ന് വരില്ല. പരിധിയില്ലാത്ത നന്മയും അതിരില്ലാത്ത നിഷ്കളങ്കതയും അവസാനം നമ്മുടെ അസ്തിത്വം ഇല്ലാതാക്കും. അർഹതപ്പെട്ടത് പലതും അന്യർ നേടിയെടുക്കുന്നത് കണ്ണീരോടെ നോക്കി നിൽക്കേണ്ടി വരും. അതിന് ഇടവരാതിരിക്കട്ടെ കടപ്പാട്. He who trusts himself is lost. He who trusts in God can do all things. Saint Alfonso Liguori.
കിടക്കുമെന്ന് വാവിട്ടലയ്ക്കുമ്പോൾ കൽപ്പിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് മടങ്ങുമെന്ന്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്മ കൈവരട്ടെ. എല്ലാവർക്കും നന്മ കൈവരട്ടെ. ഗുഡ് ഈവനിങ്.